ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ആർവെലിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ട് 2-3 മാസമായി. ആർവെൽ ASM സ്റ്റേജിലായിരുന്നു. റിസൾട്ട് മോശമായിരുന്നു. പിന്നെ ഓവറോൾ കറക്ഷൻ്റെ ഭാഗമായിട്ട് നല്ലൊരു കറക്ഷൻ 640 670 വരെ പോയ സ്റ്റോക്ക് ഇന്നിപ്പോൾ 420 നിൽക്കുന്നത്. 200 ഡേ മൂവിങ് ആവറേജ് 416 ആ ലെവലാണ്. അത് സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് ആർവെലിനെ പറ്റിയൊരു ന്യൂസ് കണ്ടു. അവർക്ക് നല്ലൊരു ഓർഡർ ഈസ്റ്റ് റെയിൽവേൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. ആർവെൽ SCPL കൂട്ടിയിട്ട് 74% ആർവെൽ 26% SCPLും കൂടെയാണ് ഈ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയത്. ഈസ്റ്റ് റെയിൽവേ എന്നടുത്ത് കിട്ടിയത് എർത്ത് വർക്ക് ആണ് കിട്ടിയത്. കട്ടിങ് ആൻഡ് ഫില്ലിംഗ്, ബ്ലാങ്കറ്റിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് മൈനർ ബ്രിഡ്ജ്, മേജർ ബ്രിഡ്ജ്, ROB, റീറ്റെയിനിങ് വാൾ, ലെവൽ ക്രോസിംഗ്, സൈഡ് ഡ്രെയിനേജ്, ക്യാച്ച് വാട്ടർ ഡ്രെയിനേജ്, അങ്ങനെ പല ആങ്സിലറി വർക്കും 837 കോടിൻ്റെ ഓർഡറാണ് ഇവർക്ക് കൺസ്ട്രക്ഷൻ മൾട്ടി ട്രാക്കിങ്ങിന് ഭാഗമായിട്ട് കിട്ടിയത്. 36 മാസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഗ്രേറ്റ് ന്യൂസാണിത്. ഏകദേശം ഇപ്പം തന്നെ 83,221 ക്രോറിൻ്റെ ഓർഡർ കയ്യിലുള്ള സ്റ്റോക്കാണ് ആർവെലിൻ്റെ. പക്ഷേ ഇതിന് ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം അതിൻ്റെ മാർജിൻ കുറച്ച് കുറവാണെന്ന് മാത്രമേ. പക്ഷേ ഇത്രയും വലിയൊരു ഓർഡറിൽ മാർജിൻ കുറവാണെങ്കിലും ഭാവിയിൽ നല്ലൊരു പെർഫോമൻസിനെ കമ്പനി കാഴ്ചവെക്കുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എല്ലാപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ആർവെലിന് മിയർ ഒരു റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയല്ല. അവർക്ക് ഓവർസീസ് ഓർഡേഴ്സും കിട്ടുന്നുണ്ട്. ഒരു LNT സ്റ്റാറ്റസിലുള്ള കമ്പനിയായിട്ട് ഞാൻ ആർവെലിനെ കാണുന്നത്. എന്തായാലും അത് 1000 rupees തന്നെയാണ് എൻ്റെ ടാർഗറ്റ്. അതിൽ മാറ്റമൊന്നുമില്ല. ഈ ഓർഡേഴ്സിൻ്റെ പുറമെ അവർക്ക് ആർവെലിന് HFCL ഏരിയൽ ടെലികോം സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ 3 കൂടെ കൂട്ടുകെട്ടിന് വേറൊരു ഓർഡർ BSNL എടുത്ത് കിട്ടിയത് 1970 ക്രോസിൻ്റെ ഓർഡറാണ് അത് കിട്ടിയത്. അതുപോലെ തന്നെ കമ്പനി ഋത്തിക് പ്രൊജക്ട്സ് പാർട്ട്ണർഷിപ്പിൽ അവരാണ് ഏറ്റവും ലോവസ്റ്റ് ബിഡറായിട്ട് എമേർജ് ചെയ്തത്. അത് ബാംഗ്ലൂരു സബ് മെറൈൻ റെയിൽ പ്രൊജക്റ്റിന് ഭാഗമായിട്ട് 613 കോടിൻ്റെ ഓർഡറാണ് ആർവെലിന് കിട്ടിയത്. അതിന് പുറമെ വേറെ 294 കോടിൻ്റെ ഓർഡർ തെലങ്കാന ഗവൺമെൻറ് അടുത്തുനിന്ന് സൗത്ത് സെൻട്രൽ റെയിൽവേ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ആർവെൽ. വേറെ ലെവലുള്ള കമ്പനിയാണ്. സോ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഞാൻ പറയുന്നത് ഓൾറെഡി കുറച്ച് ഹൈ PE റേഷ്യോ കുറച്ച് ഹൈലി വാല്യൂഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം ലാസ്റ്റ് 2 ക്വാർട്ടർ റിസൾട്ടും കമ്പയർഡ് ടു ഇയർ ഓൺ ഇയർ കുറവാണ്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ലോസ് മേക്കിംഗ് കമ്പനി ഒന്നല്ല. പക്ഷേ ഭാവിയിൽ വളരെ വർഷസായുള്ള കമ്പനിയാണ്. 420 രൂപയിൽ 416 രൂപയിൽ 200 DMA ആവറേജിൽ വളരെ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് ആർവെൽ. മെയിൻ റീസൺ ഇപ്പോൾ ASM സ്റ്റേജിലാണ് സ്റ്റിൽ ആർവെൽ ഉള്ളത്. അതിന് പുറത്തേക്ക് വന്നാൽ നല്ലൊരു മൊമെൻറ്റം തന്നെ ഈ റീസണിൽ തന്നെ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്ക് കൂടാണ് ആർവെൽ. ഈ മഹാരാഷ്ട്ര ഇലക്ഷൻ BJP ഫേവറിൽ വന്നതും അതുപോലെ തന്നെ ഈ ഓർഡർ റീസണിൽ കിട്ടിയ ഓർഡർ ഈ ശനിയാഴ്ചയാണ് ആ ഓർഡർ കിട്ടിയത്. ഇതെല്ലാം കൂടെ ആർവെലിൻ്റെ സ്റ്റോക്ക് എപ്പോഴും നമ്മൾ കൈവശം വെക്കേണ്ട സ്റ്റോക്ക് തന്നെയാണ്. ചെറിയൊരു കറക്ഷൻ കണ്ട് ടെൻഷൻ അടിച്ച് ഒഴിവാക്കേണ്ട സ്റ്റോക്കല്ല. 1000 rupees എത്തുമ്പോൾ ചില സമയത്ത് അത് പെട്ടെന്ന് നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നന്നാവുകയാണെങ്കിൽ അത് പെട്ടെന്ന് കയറി കൊണ്ട് പോകും. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റോക്ക് ഇട്ടത്. ആ താഴോട്ട് വരുമ്പോൾ ടെൻഷൻ അടിക്കാൻ ആവശ്യമില്ല. ഓൾറെഡി ഫണ്ടമെൻ്റൽ വളരെ നല്ല സ്ട്രോങ് സ്റ്റോക്ക്, നമ്പർ 1 ഓഫ് ദ ബെസ്റ്റ് സ്റ്റോക്സ് ഇൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വേണമെങ്കിൽ ആർവെലിന് പറയാം. ഇപ്പോൾ നെഗറ്റീവ്സ് ഇതായിരുന്നു. 34% ഡിക്രീസ് നെറ്റ് പ്രോഫിറ്റിൽ Q1 ഓഫ് ഫിനാൻഷ്യൽ 2025 ലാസ്റ്റ് സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ട് നോക്കുമ്പോൾ 34% ഡിക്രീസ് നെറ്റ് പ്രോഫിറ്റിൽ കാണിച്ചിരുന്നു. പിന്നെ ഓൾറെഡി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 87,000 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിക്ക് ഇപ്പം തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് കൂടുതലാണ് അവരുടെ കയ്യിൽ ഓർഡർ. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം കമ്പനീൻ്റെ വലുപ്പമാണ് അവിടെ കാണിക്കുന്നത്. ഡിവിഡൻഡ് കൊടുക്കാൻ തുടങ്ങി നല്ല ഡിവിഡൻഡ് ഈടുള്ള കമ്പനിയാണ്. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 21%, ROC 19% ഉണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം വേറെ ശ്രദ്ധിക്കേണ്ടത്, മ്യൂച്വൽ ഫണ്ട്സ് ഈയിടെ 0.19 0.21 ആയിട്ട് സെപ്റ്റംബർ 2024 അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ FIS 3.13 ഉള്ളത് 5.05 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഈ ക്വാർട്ടർ ടു ക്വാർട്ടർ 2 ക്വാർട്ടർ റിസൾട്ടും നെഗറ്റീവ് കാണിച്ചിട്ട്
എന്തുകൊണ്ടാണ് FIOസും DIOസും മ്യൂച്വൽ ഫണ്ട്സും ഇതിൽ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തത്? അത് ചിന്തിക്കേണ്ട കാര്യമാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനുള്ള ചെറിയൊരു 30% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഡൗൺ ആയതുകൊണ്ടൊന്നും അവർ വിട്ടുപോകുന്ന ആൾക്കാരല്ല. അവരതിൻ്റെ ഫുൾ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ ആയിരിക്കണം ഓരോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. മാർച്ച് 2024 FIOs 2.32 ഉള്ളത് ജൂൺ 2024 അത് 3.13 കൂട്ടിയിട്ട് വീണ്ടും സെപ്റ്റംബർ 2024 5.05 ആയത് കൂട്ടി. അതായത് മാർച്ച് 2020 2.32 മാത്രം സ്റ്റേക്കുള്ള FIOസിൻ്റെ കയ്യിൽ ഇപ്പം 5.05% സ്റ്റേക്ക് ഉണ്ട്. അതേസമയം പബ്ലിക്കിനടുത്ത് 18.66 സ്റ്റേക്ക് മാർച്ച് 2024 ഉള്ളത്. അത് ജൂൺ ആകുമ്പം 17.25 കുറഞ്ഞു. വീണ്ടും സെപ്റ്റംബർ ആകുമ്പോൾ 15.78% പോയത്. അത് ഈ ഒരു സ്റ്റോക്ക് കൈവിട്ട് പോകുന്നത് റീറ്റെയിലേഴ്സാണ്. കാരണം ഇത്രയും ഓർഡർ കൈവശമുണ്ട്, 1 lakh crore ഓർഡർ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഈ സെപ്റ്റംബറിൽ കുറച്ച് റിസൾട്ട് കുറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അത് അടിക്കേണ്ട ഒരു വിഷയം ഇല്ല. ഏത് സ്റ്റോക്കാണെങ്കിലും ഞാൻ ഇതേപറ്റി കംപ്ലീറ്റ് പഠിച്ചപ്പോൾ കണ്ടത് ഒറ്റൊരു നെഗറ്റീവ് ഫാക്ടറാണ്. കാരണം അത് മാർജിൻ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ബിസിനസ്സിലുള്ള മാർജിൻ വളരെ കുറവാണ്. 10% മുതൽ 15% മാർജിനെ എടുക്കുന്നുള്ളൂ. അത് വേറെ ഗവൺമെൻറ് കമ്പനി ആയതുകൊണ്ട് ഇവിടെ ആയിരിക്കാം. പക്ഷേ അവർ ഓവർസീസ് എടുക്കുന്ന പ്രൊജക്റ്റിന് കൂടുതൽ ലാഭം എടുക്കുന്നുണ്ട് എന്നുള്ളത് ന്യൂസ് ഉണ്ട്. അത് ഞാൻ ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ല, ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ പോയാൽ തന്നെ L&T RVNL വേറെ മെയിൻ പ്രത്യേകത വേറെ രാജ്യങ്ങൾ അവർക്ക് ഓർഡർ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. കംപ്ലീറ്റ് കറക്റ്റ് ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എക്സിക്യൂട്ടീവ് പവർ വളരെ ഹൈ ഉള്ള കമ്പനിയാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം മാർജിൻ ഇങ്ങനെയാണ്. ഭാവിയിൽ ഒരു മാർജിൻ 5% കൂട്ടിയാൽ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് എന്തായാലും ഇവിടെ മാറും. അതുകൊണ്ട് RVNL നമ്മൾ 36 രൂപ മുതൽ പറയാൻ തുടങ്ങിയ സ്റ്റോക്കാണ്. 420 രൂപയിലുണ്ട്, 620 പോയിരുന്നു. ഒരു 1000 rupees ടാർഗറ്റ് തന്നെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് ഒരു ന്യൂസ്, ഈ ഓർഡറിൻ്റെ ന്യൂസ് കണ്ടപ്പോഴാണ്. പിന്നെ അത് ASM സ്റ്റേജിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ 1-2 ആഴ്ചയുള്ളിൽ തന്നെ ASM സ്റ്റേജിൽ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. പുറത്തേക്ക് വരലും പിന്നെ ഈ DMA 200 DMA 460 ലെവലൊരു സപ്പോർട്ടും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ ലെവൽ കുറച്ച് വാങ്ങാം. ഇനിയിപ്പോൾ സപ്പോസ് എൻ്റെ മാർക്കറ്റ് വല്ലാത്തൊരു അടി വരാണെങ്കിൽ താഴാണെങ്കിൽ 360 ഒക്കെ നല്ല സപ്പോർട്ട് എടുത്തിട്ട് വാങ്ങാൻ പറ്റിയ കമ്പനിയാണ് RVNL. ഇത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. ഈ FIOസിൻ്റെ സ്റ്റേക്ക് ഇൻക്രീസ് അവർ എത്ര വളരെ ഇൻട്രസ്റ്റിംഗാണ് അവരുടെ സ്റ്റോക്ക്. മെല്ലെ അവർ സ്റ്റോക്ക് കയറ്റി ഈ ഒരു നെഗറ്റീവ് റിസൾട്ട് കൊടുത്തിട്ട് അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇന്ത്യയിലൊരു പ്രസ്റ്റീജിയസ് കമ്പനിയിൽ പെട്ടൊരു കമ്പനിയാണ് RVNL. ഓക്കെ, സോ RVNL ഞാൻ പറഞ്ഞ ടാർഗറ്റ് വെച്ച് തന്നെ ഹോൾഡ് ചെയ്യുക. 1000 rupees ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ പറ്റിയിട്ട് ഒന്നും കൂടെ റിവ്യൂ ചെയ്തിട്ട് വേറൊരു വീഡിയോ ഇടാം. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.